സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 20-22 തിരുവചനം. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കുക, അവിടുന്ന് നിന്നെ രക്ഷിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 20 അധ്യായം 22 തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് ശലോമോൻ രാജാവ് വഴി നൽകുന്ന 2 ഉപദേശമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികാരം ചെയ്യുക എന്നുള്ളത് ഇന്ന് മനുഷ്യൻ്റെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. പണ്ടൊരിക്കലും കാണാത്ത വിധത്തിലുള്ള പ്രതികാരം ചെയ്യൽ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ ദൈവം അരുളി ചെയ്യുന്നുണ്ട്. ദോഷം അനുഭവിക്കുന്നവർ, അതുപോലെ മറ്റുള്ളവരുടെ തിന്മയ്ക്ക്, ഉപദ്രവങ്ങൾക്ക് പാത്രീഭൂതരാകുന്നവർ, അവർക്കുണ്ടാകുന്ന ഒരു പ്രേരണയാണ് അവൻ അഥവാ അവൾ എന്നോട് ചെയ്തതുപോലെ അഥവാ അതിലുപരിയായി ഇരട്ടിയായി ഞാൻ പകരം ചെയ്യും അഥവാ പ്രതികാരം ചെയ്യുമെന്നുള്ളത്. ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല, പ്രത്യുത ഇത് പിശാചിൽ നിന്നുള്ളതാണ്, സാത്താനിൽ നിന്നുള്ളതാണ്. ഇത് വെറും മാനുഷികമാണ്. ഇന്ന് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അനുദിനം കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. എവിടെയും പ്രതികാരം ചെയ്യുന്ന ആ വാർത്തകളാണ് നാം സുലഭമായി കേൾക്കുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ചെറിയൊരു ദോഷം ചെയ്തു, എന്നാൽ ആ ദോഷത്തിന് ആ വ്യക്തിക്ക് കൊടുക്കേണ്ടുന്ന വിലയായിരുന്നത് തൻ്റെ ജീവനെ തന്നെയാണ്. അഥവാ നിസ്സാര കാരണങ്ങൾക്ക് പോലും ഈ നാളുകളിൽ പ്രതികാരമായി കൊലപാതകം തന്നെ ചെയ്യുകയാണ്. ഇവിടെ ഇന്ന് പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാവരോടുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉപദേശം, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യുന്ന ദോഷങ്ങൾ അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവരുടെ രൂപാന്തരത്തിനായി, അനുതാപത്തിനായി, മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ച് ക്ഷമയോടെ കാത്തിരിക്കുക അത്രേ ചെയ്യേണ്ടത്. ഈ വചനത്തിൽ അതാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം പ്രതികാരം ചെയ്യാതെ നമ്മുടെ ശത്രുക്കളുടെ ക്രിയകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതൊരു പ്രാർത്ഥനാ വിഷയമാക്കുമ്പോൾ ദൈവം അവരോട് ഇടപെട്ടുകൊള്ളും. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. ഭൂമിയിലെ അഥവാ മുഴുപ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ചിന്തകളും പ്രവൃത്തികളും ആലോചനകളും എല്ലാം തൽക്ഷണം കാണുകയും കേൾക്കുകയും അറിയുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവം, ആ ദൈവം മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം ചെയ്യുമെന്ന് അഥവാ അവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. നന്മ ചെയ്യുന്നവർക്ക് നന്മയും, അതുപോലെ തിന്മ ചെയ്യുന്നവർക്ക് തിന്മയും പ്രതിഫലമായി നൽകുന്ന നീതിമാനായ
ന്യായാധിപനുള്ളപ്പോൾ മനുഷ്യൻ സമശിഷ്ടങ്ങളെ നിസ്സാരമായ കാരണങ്ങൾക്ക് പോലും കൊല നടത്തുന്നത് ഇന്ന് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് പ്രഭാതത്തിൽ ഇപ്രകാരമൊരു സന്ദേശം നൽകുവാൻ പ്രേരിതനായത്. പ്രിയ ദൈവമക്കളെ, പ്രതികാരം നമുക്കുള്ളതല്ല. പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ സമയത്തിനായി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ആരാധിച്ചിടും ഞാൻ ആത്മാവിലവനെ ഏതേതു നേരത്തിലും. എന്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ, ഭൂവിലെന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. എന്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ, ഭൂവിലെന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ